ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ജയ ആണെങ്കിൽ അവൻ്റെ 31ാമത്തെ ബർത്ത്ഡേ തന്നെ എവിടെയോ വന്നിങ്ങനെ ഇരിക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് അവൻ ജിന്ന് എഴുതിയൊരു ലെറ്റർ വായിക്കുന്നുണ്ട്. അതിൻ്റെ അത് ജിന്ന് ഇതുപോലെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഈ ലെറ്റർ പരമാവധി കൂളായിട്ട് എഴുതാനായി ശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം കൂളായി വന്നു എന്ന് എനിക്കറിയത്തില്ല. പിന്നെ മൊത്തം വായിക്കണം. അതിന് മുന്നേ തന്നെ ലെറ്റർ വായിച്ച് ചിരിക്കാനായി തുടങ്ങരുത്. മരിക്കാനായിട്ട് കിടക്കുന്ന എൻ്റെ തലയിൽ ഒരുപാട് ബുദ്ധിയൊന്നും വരത്തില്ല. പിന്നെ അതുമാത്രമല്ല, നീ ഈ ലെറ്റർ വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ മരിച്ചു പോയിട്ടുണ്ടെന്നാണ്. ഞാനും നീയും സ്നേഹിച്ച സമയം വളരെ കുറവാണെങ്കിലും അതെനിക്ക് വളരെ നല്ല മെമ്മറീസാണ് തന്നത്. അതിപ്പോൾ നീ എന്നെ സ്നേഹിച്ചത് ശരിക്കും നിനക്ക് എൻ്റെ അടുത്ത് ഫീലിങ്സ് തോന്നിയിട്ടാണോ അത് പാവം തോന്നിയിട്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് അത്രയും നല്ല മെമ്മറീസ് തന്നതിന് താങ്ക് യു സോ മച്ച്. അതുമാത്രമല്ല, നിൻ്റെ ബർത്ത്ഡേ ഇനി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാകത്തില്ല. നിനക്ക് ബർത്ത്ഡേ ഒറ്റയ്ക്ക് തന്നെ മൊത്തത്തിൽ ആഘോഷിക്കാം. പിന്നെ അതുമാത്രമല്ല, ഞാൻ നിന്നെ വിഷ് ചെയ്യുന്നു. ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി മാത്രമല്ല, നിൻ്റെ ലൈഫ് ലോങ്ങിൽ എല്ലാ ബർത്ത്ഡേക്കും നിൻ്റെ ആഗ്രഹങ്ങൾ എന്തായാലും അത് തന്നെ നടന്നു കിട്ടട്ടെ എന്ന്. അങ്ങനെ അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ജയ അവിടെ കിടന്ന് കരയാനായി തുടങ്ങുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അവിടേക്ക് ബർത്ത്ഡേ കേക്ക് നോക്കിയിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ആവരുതായിരുന്നു ഞങ്ങളുടെ ലൈഫ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിന്നിൻ്റെ അമ്മേനെ അച്ഛനെയാണ്. നമ്മൾ നേരത്തെ കണ്ട സീന് ഒരു പക്ഷേ സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ പോലെ കാണിച്ച സംഭവമായിരിക്കാം. എന്തായാലും ഇപ്പോൾ ജിന്നിൻ്റെ അച്ഛനും അമ്മയും കാണിക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ജിന്നാണെങ്കിൽ അവൻ്റെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്യൂ എന്നൊരു കാര്യത്തിലൊക്കെ. ജിന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് ജയുടെ റൂമിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ജിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എപ്പോഴായിരിക്കും വരിക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ അച്ഛനാണെങ്കിൽ പേടിക്കേണ്ട, എനിക്ക് പ്രശ്നമില്ല, അവന് ഈ ദേഷ്യം തോന്നുന്നതിൽ കുറ്റം പറയാനേ പറ്റത്തില്ല എന്നും പറയുന്നുണ്ട്. അതേസമയം ജിന്നാണെങ്കിൽ വീടിൻ്റെ വെളിയിൽ ജയുമായിട്ട് നിൽക്കുന്നുണ്ട്. അകത്ത് അച്ഛനും ഉണ്ട് അമ്മയുണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. അവനാണെങ്കിൽ അകത്ത് കയറി പോയിട്ട് ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ജയാണെങ്കിൽ നീ പോയിട്ടോ, അതിനൊക്കെ വേണ്ടി ഞാൻ അവിടെ പുറത്ത് തന്നെ ഉണ്ടാവും, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ പുറത്ത് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ എങ്കിൽ പിന്നെ അകത്തേക്ക് എൻ്റെ കൂടെ നീയും വരാമോ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാണ് വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ സോഫയിൽ തന്നെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്. ജിന്നൊന്നും സംസാരിക്കുന്നില്ല. അവരെ തന്നെ നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് എഴുതിയിട്ട് അച്ഛൻ പോകാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം ജിന്ന് പറയുന്നുണ്ട്, ഇത്രയും വർഷം അമ്മ എന്നെ പൊന്നുപോലെയാണ് നോക്കിയത്, നിങ്ങളും അമ്മേനെ വിഷമിപ്പിക്കാതെ അതിനേക്കാൾ നന്നായിട്ട് അവരെ നോക്കണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അച്ഛനാണെങ്കിൽ ചെറിയൊരു സന്തോഷം, കാരണം ഇവ സമ്മതിച്ച് തുടങ്ങിയെന്ന് മനസ്സിലാവുന്നുണ്ട്. അച്ഛനെപ്പോൾ നീ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കാനേ തുടങ്ങുമ്പോൾ ജിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ആളങ്ങനെ വിട്ടു കൊടുക്കാത്ത രീതിയിൽ തന്നെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. കയറി പോകുന്ന ടൈമിന് ജയാണെങ്കിൽ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട് അവന് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് പക്ഷേ അവനിങ്ങനെ സമ്മതിച്ചു കൊടുത്തേ തന്നെ അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതേ ടൈമിന് ജയാണെങ്കിൽ ഓൾറെഡി അവന് ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന കാര്യമെല്ലാം ജിന്നിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ജിന്നിൻ്റെ അമ്മ ആ ഒരു കാര്യമെല്ലാം തന്നെ ജിന്നിൻ്റെ അച്ഛനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ ജിന്നിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ആ ഒരു ഫ്യൂച്ചർ ഇനി മാറുമായിരിക്കുമോ, കാരണം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ എന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്കും പറയാനായിട്ട് പറ്റത്തില്ല, എന്തായാലും സോൾവ് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അമ്മ, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, നീ നിൻ്റെ വിഷനിൽ കണ്ടതുപോലെ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ജിന്നിനെ നോക്കാനായിട്ട് ഇപ്പോൾ അവൻ്റെ അച്ഛനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജിന്നിൻ്റെ അച്ഛൻ വന്നിട്ട് നീ അങ്ങനെയൊന്നും പറയില്ലേ, ഇനിയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ജയ്യോ അപ്പോൾ അങ്ങനെയൊന്നും ഇനി സംഭവിക്കത്തേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വാനും ഫാമും കോളേജിലോട്ട് പോകുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് ഗ്രേസ് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിനെയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഗ്രേസ് പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, നീ അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാമോ, നിന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്ന് ഒറ്റയ്ക്ക് ചോദിക്കാൻ മടിയായതുകൊണ്ടാണ് ഞാനും വന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാമാണെങ്കിൽ അവർ സംസാരിക്കട്ടെ എന്ന് എഴുതിയിട്ട് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ വാൻ അവനെ വിടുന്നില്ല, അവനെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് വാനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ, പക്ഷേ എനിക്കാണെങ്കിൽ വരാനായിട്ട് പറ്റത്തില്ല എന്ന്. ആ ടൈമിന് ആ ഒരു ബർത്ത്ഡേ ആരുടെ ആണോ ആ ഒരു പെൺകുട്ടി, നീ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ആക്കിയല്ലോ, എന്ത് പറ്റി, എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വാനപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോൾ ഒരാളുമായിട്ട് ഒരു ടോക്കിംഗ് സ്റ്റേജിലാണുള്ളത്, സോ അയാളെ കുറച്ച് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് വിഷ് ചെയ്തിട്ട് ഫാമിനെ വിളിച്ചുകൊണ്ട് നടന്നു പോകാനായി തുടങ്ങുന്നുണ്ട്. ആട്ടന് ഫാമാണെങ്കിൽ വാനിൻ്റെ അടുത്ത്, നീ ഇങ്ങനെ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, നീ നല്ലൊരാളാവാനായിട്ട് നോക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ നീയാണെങ്കിൽ ഇതിൻ്റെ സ്വയം ക്യാരക്ടർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുമില്ല, ഞാനാണെങ്കിൽ നിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ ഉള്ളത് അതിനെയാണ് ഇഷ്ടപ്പെടുന്നത്, നീയായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ടൈമിന് നീ എന്തേ പറയുന്നത്, ഞാനാണെങ്കിൽ നിന്നെ ഇവിടെ എൻ്റെ സ്വന്തമാക്കാനായിട്ട് ഒന്നേന്ന് ഒരു ഐഡിയയും വെച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് മുന്നേ തന്നെ നീയാണെങ്കിൽ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു, എൻ്റെ പൊന്നെ ഇത്ര ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്കറിയാം നിനക്കല്ലേ എന്നെ ഇഷ്ടമാണ്, എന്നെ ക്യൂട്ടായിട്ടാണ് കാണുന്നതെന്നൊക്കെ, പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കിസ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫാമാണെങ്കിൽ ക്ലാസ്സിൻ്റെ ടൈമായി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നുണ്ട്. വാനും പുറകെ ഓടിപ്പോവാണ്. ഇതേ ടൈമിന് ഓൾറെഡി ജയും ജിന്നും ക്ലാസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു. ജിന്നാണെങ്കിൽ ഭയങ്കര കാര്യത്തിൽ ഇരുന്ന് എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. അവൻ ആലോചിക്കുന്നത് അവൻ്റെ അച്ഛനെയും അമ്മേനെയും പറ്റിയിട്ടാണെന്ന് ജയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിൻ്റെ പാരൻസ് വീണ്ടും ഒന്ന് ഒന്നിച്ചതല്ലേ, അതിന് നീ ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജിന്ന്, അല്ല അതൊണ്ടൊന്നുമല്ല, വീണ്ടും അച്ഛൻ എന്നെ അമ്മേനെ ഇട്ടിട്ട് പോയാലോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം അന്നിട്ടിട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ അമ്മ കരഞ്ഞത് ഞാൻ കുഞ്ഞായിരുന്നെങ്കിൽ
പറഞ്ഞില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയാണ്. ജയ പോ, നിന്റെ അമ്മ എന്നെ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ ഇത്രയും വർഷം നിങ്ങളോടല്ല താമസിച്ചെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അയാൾ തന്നെയാണെന്ന്. പിന്നെ ഫാൻസ് കാരണമാണ് അച്ഛന് മാറിക്കേണ്ടി വന്നതെന്നും അമ്മ പറഞ്ഞല്ലോ. പിന്നെ നീ എന്തിനാണ് ടെൻഷൻ ആവുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെ നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് ജിന്ന് തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം വാനും ഫാമും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. അവരിങ്ങനെ ഓടിക്കതച്ച് വന്നിരിക്കുന്ന കാണുമ്പോൾ അല്ല എന്താ സംഭവം എന്ന് ഇവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ ഒന്നുമില്ലാന്ന് പറയുന്നുണ്ട്. അതേ ടൈമിന് വാനാണെങ്കിൽ ഞാൻ നിനക്ക് കിസ് തരട്ടെ എന്നും പറഞ്ഞിട്ടാണല്ലോ ഫാമിനെ ടോട്ടിച്ചത്. അപ്പോൾ രണ്ടിൻ്റെ മുഖവും ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടും ജിന്നും ജയും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ കണ്ടിട്ട് എന്താ ബ്ലഷ് ആവുകയാണെന്ന്. ആ ടൈമിന് അവരാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ക്ലാസ് എൻഡാകുന്ന ടൈമിന് അവർ പോകാനേ ഇറങ്ങുന്നുണ്ട്. ആ ടൈമിന് വാനിൻ്റെ ഫോണിൽ ഒരു അലാറം വരാണ്. അത് കണ്ടിട്ട് ഫാം എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്ന് വീട് ക്ലീൻ ചെയ്യാനായിട്ട് പണിക്കാർ വരുന്ന ദിവസമാണ്. 3 മാസത്തെ ഒരിക്കൽ ഞങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ അവരുടെ അടുത്ത് വരണ്ടാന്ന് വിളിച്ച് പറയും. നമുക്ക് കൊണ്ടവർക്ക് ഒരുമിച്ച് പോയിട്ട് അവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജിന്നിനെയും ജയിനെയും കാണിക്കുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ എത്തുന്ന ടൈമിന് ജിന്നിൻ്റെ അച്ഛനാണെങ്കിൽ അയാളുടെ ലഗേജ് എല്ലാം കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിന്നാണെങ്കിൽ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അച്ഛനറിയത്തില്ലായിരുന്നു. ജിന്ന് അതുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ അച്ഛനാണെങ്കിൽ അത് പിന്നെ ജസ്റ്റ് ഞാനിങ്ങനെ അങ്ങനെയെന്നൊക്കെ എന്തൊക്കെയോ പറയാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ അമ്മയുടെ റൂമിലല്ലേ ഈ ലഗേജ് കൊണ്ട് വെക്കേണ്ടത്, ജയ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒന്നും സംസാരിക്കാതെ അച്ഛൻ്റെ ലഗേജ് എടുത്ത് അമ്മയുടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ജിന്നാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്നില്ല, ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ജയയും ജിന്നിനെ തന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. ജിന്നപ്പോൾ എന്താടാ കാര്യം എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് റൂമിലേക്ക് പോയിരിക്കുന്നുണ്ട്. ആ ടൈമിന് ജയയും പുറകെ പോകുന്നുണ്ട്. റൂമിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ജിന്നിനെ വന്ന് കിസ് ചെയ്യാണ്. നീ നന്നായിട്ടാണ് ചെയ്യുന്നത്, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നീ നന്നായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടും അതിന് റിവാർഡ് കൊടുത്ത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും 2-3 തവണയും കൂടെ അവൻ കിസ് ചെയ്യുന്നുണ്ട്. ജിന്നപ്പോൾ അങ്ങനെയാണോ നിർത്താൻ വയ്യെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും ചെറുതായിട്ട് കിസ് ചെയ്തിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നതിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വാനും ഫാമും കൂടെ ആയിട്ട് വാനിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ആണെങ്കിൽ എവിടെ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്നൊക്കെ വാൻ ചോദിക്കുന്നുണ്ട്. ഫാം അപ്പോൾ ഞാൻ തറയൊക്കെ ക്ലീൻ ചെയ്യാം, നീ പോയി മോപ്പ് എടുത്തിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചും ചിരിച്ചൊക്കെ എൻജോയ് ചെയ്ത് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ടയർഡായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വാനാണെങ്കിൽ എൻ്റെ പൊന്നെ നീ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞ പരിപാടി ഒരു 1.5 പരിപാടിയായിപ്പോയി, ഞാൻ കഷ്ടപ്പെട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഫാമാണെങ്കിൽ പക്ഷേ നല്ല രസമുണ്ട്, കാരണം നീയാണെങ്കിൽ എപ്പോഴത്തേയും പോലെ നിൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് മടി കാണിച്ചില്ലല്ലോ, ഹാപ്പി ആയിട്ട് നീ വീട്ടിലോട്ട് വന്നില്ലേ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് നീ ഇവിടെ താമസിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യല്ലേ, എനിക്ക് റൂംമേറ്റ് ആയിട്ട് നീ എൻ്റെ കൂടെ വേണം, എന്നാൽ എനിക്ക് റെൻറ്റ് ഷെയർ ചെയ്യാൻ ആളെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. വാനപ്പോൾ നിനക്ക് എന്നെ റൂംമേറ്റ് ആയിട്ട് മാത്രം മതിയെങ്കിൽ അവിടെ താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് കുറച്ച് ആലോചിക്കാനായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാമാണെങ്കിൽ പിന്നെ നിനക്ക് വേറെ ആരായിട്ടാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വാനപ്പോൾ എനിക്കാണെങ്കിൽ ലൈഫ് ലോങ് മൊത്തം നിൻ്റെ കൂടെ നിൽക്കണം, നീ സ്നേഹിക്കുന്ന ആളായിട്ട്, അതായത് നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് എനിക്ക് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഫാമാണെങ്കിൽ വാനിനെ കിസ് ചെയ്യുന്നുണ്ട്. വാനപ്പോൾ എൻ്റെ പാരൻസിൻ്റെ മുന്നിൽ വെച്ച് എന്നെ നിനക്ക് കിസ് ചെയ്യുന്ന ഇത്രയും ധൈര്യവും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം അവൻ്റെ പാരൻസിൻ്റെ 2 ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാനിനോട് എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിൻ്റെ പാരൻസ് മനസ്സിലാക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ജിന്നിൻ്റെ ഫാമിലിയും ജയയുടെ ഫാമിലിയും ഒരുമിച്ച് ജിന്നിൻ്റെ വീട്ടിൽ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ജിന്നിൻ്റെ അച്ഛൻ ഓരോരോ സംഭവങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ജിന്നാണെങ്കിൽ ഇതൊക്കെ പഴയ പരിപാടിയല്ലേ, ഇതൊക്കെ വേണം അച്ഛൻ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ അടിപൊളിയല്ലേ എന്ന് പറയുന്നുണ്ട്. ജിന്നാണെങ്കിൽ അവൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലാണ് ആദ്യമായിട്ട് അവൻ്റെ അച്ഛനെ അച്ഛാന്നിങ്ങനെ വീണ്ടും വിളിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അന്ന് നൈറ്റ് എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും കറക്റ്റ് കൗണ്ട് ഡൗൺ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സംസാരിക്കുന്ന ടൈമിന് ജിന്നും ജയും കൂടെ ആയിട്ട് നേരത്തെ തീരുമാനിച്ചൊരു കാര്യം ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഡേറ്റിംഗ് ആണെന്ന്. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും ഇത് ആർക്കും അറിഞ്ഞൂടാത്ത എന്നുള്ള രീതിയിൽ അവർ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന രീതിയിൽ പരസ്പരം നോക്കുന്നുമുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം കോളേജിൽ ഇരിക്കുന്ന ടൈമിന് ന്യൂ ഇയറിന് ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും സമ്മതിച്ചില്ല, പക്ഷേ എനിക്ക് ഒരു ട്രിപ്പ് പോയേ പറ്റും, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് മായി ആണെങ്കിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ശരി എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ മായാണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു ബീച്ച്, നിനക്ക് എപ്പോഴും ബീച്ച് തന്നെയാണല്ലോടാന്ന് എല്ലാവരും തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എവിടെ പോകുന്ന ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ആർക്കും എത്താൻ പറ്റുന്നില്ല. ആ ടൈമിൽ തന്നെ ഫാമാണെങ്കിൽ അല്ല അടുത്ത ആഴ്ച ജിനിൻ്റെയും ജയുടെയും ബർത്ത്ഡേ അല്ലേ, നിങ്ങളാണെങ്കിൽ ബിസി ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല ഞങ്ങളുടെ പാരൻസ് എല്ലാവരും യൂറോപ്പിൽ ഒരു ട്രിപ്പ് പോയി, ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും എവിടെ പോകാം എന്നിങ്ങനെ ആലോചിക്കാനേ നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ ജയ കാണുന്ന വിഷനിൽ അവൻ കണ്ട ഒരു സ്ഥലമുണ്ട്, അതൊരു ബീച്ചിൻ്റെ റിസോർട്ടൊക്കെ വരുന്ന ഏതൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പടം അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചിട്ട് നമുക്ക് ഇവിടെ പോകാമെന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ ഇത് ഏതാ സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ ജയിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ജിന്നപ്പോൾ ഇത് കണ്ടിട്ട് ഞാനും അമ്മയും മുമ്പ് എപ്പോഴും പോയൊരു സ്ഥലം പോലെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജയാണെങ്കിൽ ആ ഒരു പടം വരച്ച് കാണിച്ച സ്ഥലം അങ്ങോട്ടേക്ക് അവൻ എത്തുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ ആ ഒരു ബീച്ചും കാര്യം നോക്കിയിരിക്കുന്ന ടൈമിന് അവനെപ്പോലെ തന്നെ സെയിം മറ്റൊരു ജയ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ നന്നായിട്ട് ചെയ്തു, എല്ലാം അവസാനിച്ചു, ഇനി എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടിന് ജയാണെങ്കിൽ നീയാണോ ഇത്രയും ദിവസം എൻ്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ടിരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ആ ജയ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അതിന് ഞാനും നീ ഒരാളല്ലേ, നീയാണെങ്കിൽ ഇനി വിഷമിക്കേണ്ട, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇനി എല്ലാം നേരെ തന്നെ നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ജയ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ജിന്ന് ജയിനെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ്
പിന്നീടാണ് ഇതൊരു സ്വപ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവൻ ഉറക്കെഴുന്നേറ്റ ടൈമിന് ഇവരാണെങ്കിൽ ട്രിപ്പ് അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിച്ച ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ സെലക്ട് ചെയ്ത സ്ഥലം മറ്റൊന്നുമല്ല, ജയ ആണെങ്കിൽ ആ ഒരു പടം വരച്ച് കാണിച്ചു കൊടുത്ത അതേ സെയിം പ്ലേസ് തന്നെയാണ്. അപ്പോൾ കുറച്ച് മുന്നേ അവനാണെങ്കിൽ ഏത് സ്വപ്നമാണോ കണ്ടത് അതേ സെയിം സ്ഥലത്തേക്ക് അവനിപ്പോൾ ചെന്ന് നിൽക്കുന്നുണ്ട്. ചെന്ന് നിന്നിട്ട് അവനെപ്പോലെ സെയിം മറ്റൊരു ജെ ഇപ്പം അവൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നില്ലെങ്കിലും അവനാണെങ്കിൽ മറ്റൊരു ജെ അവിടെ ഉള്ളതുപോലെ താങ്ക് യു സോ മച്ച് എന്നെ ഹെൽപ്പ് ചെയ്തേനെ, ഞാൻ ഇനി നന്നായിട്ട് എന്നെ ജിന്നിനെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് തന്നെ ജിന്നാണെങ്കിൽ അവരുടെ റൂമിന് ക്യാഷ് അടയ്ക്കാനായിട്ട് ഒരു 500 റുപ്പീസ് ഉണ്ടോയെന്ന് അവനോട് ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. ആ ടൈമിന് ജിന്നാണെങ്കിൽ പറയുന്നതൊന്നും ജെ കേൾക്കാനേ നിൽക്കുന്നില്ല. ജെ ജിന്നിനെ ഹഗ് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുകയാണ്. അടുത്ത് പിന്നീട് വാനിനെ ഫാമിലിയെ കാണിക്കുകയാണെങ്കിൽ അവരും അവരുടെ റൂമിൻ്റെ അകത്തേക്ക് പോകാനേ നിൽക്കുകയാണ്. മായു അപ്പോൾ ഇവരോട് കയറി പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ വാനാണെങ്കിൽ അത് കണ്ടിട്ട് അല്ല മോൻ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്, നീ നിൻ്റെ റൂമിലോട്ട് പോകാനേ പറയുന്നുണ്ട്. മായ സമയം അല്ല ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ വേറെ എവിടെ പോകാനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പക്ഷേ ബോയ് ഫ്രണ്ടിൻ്റെ അത്രയും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫാമിനെയും കൊണ്ട് ഇവ അകത്ത് കയറി ഡോറ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അവൻ പാവമല്ലേ, നമുക്ക് അവനെയും കൂടെ വിളിച്ചുകൂടി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വാനാണെങ്കിൽ അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ എനിക്കിന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് വാനാണെങ്കിൽ ഇവനെ കിസ് ചെയ്യാനേ തുടങ്ങുന്നുണ്ട്. അവരുണ്ടൊരു അപ്പം തന്നെ ഇൻറ്റിമേറ്റ് ആവുന്നുമുണ്ട്. അടുത്ത് ജിനിനെയും ജയനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ആ ടൈമിന് ജയാണെങ്കിൽ താനാണെങ്കിൽ വിഷം കണ്ടു എന്നും മറ്റൊരു ജയ വന്നിട്ട് തന്നോട് സംസാരിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഒരുപക്ഷെ മേ ബി ഇനി തൊട്ട് നീ ആ ഫ്യൂച്ചർ കാണാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ജയപ്പോൾ അയ്യോ അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല അപകടവും വരുമ്പോൾ ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ നമുക്ക് നോർമലായിട്ട് ജീവിച്ചാൽ പോരെ, അല്ലെങ്കിൽ തന്നെ നീ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, പിന്നെ വരാനുള്ളതൊക്കെ എന്തായാലും വന്നിരിക്കും, നിനക്കിപ്പോൾ ഇത്രയും ദിവസം ഒരു പവർ ഉണ്ടായിരുന്നു അതിപ്പോൾ പോയി, നീ ഇപ്പോഴും നോർമൽ ആവുന്നു, അത്രയേ ഉള്ളൂ, നീ അതൊക്കെ വിട്ട് ഇറങ്ങിയേക്കാനായിട്ട് പറയുന്നുണ്ട്. ജയ്യും അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം നൈറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജിന്നിനെയും ജയനെയും നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ ബർത്ത്ഡേ ആണ്. ആ ടൈമിന് ഇവരെ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം വാനിനോട് വാ നമുക്ക് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കുള്ള ബർത്ത്ഡേ കേക്ക് എടുക്കാനായിട്ടാണ് പോകുന്നത്. അതാണെങ്കിൽ ജിന്നിന് മനസ്സിലായിട്ട് എനിക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. മായ സമയം എടാ സർപ്രൈസ് എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ അത് മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യടാന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ വാനിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് ജിന്നും ജയും കൂടെ ആയിട്ട് ഫാമിൻ്റെ അടുത്ത് അല്ല വാനുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നു, ഓക്കെയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരും ഓക്കെ നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, ഞങ്ങൾ ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിന് അവർക്ക് രണ്ടുപേർക്കുള്ള കേക്ക് റെഡിയാക്കി ക്യാൻഡിലൊക്കെ കയ്യിൽ വശമുണ്ട്. മായും വാനും കൂട്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. കേക്കും കൊണ്ട് എത്തി കഴിയുമ്പോഴത്തേക്കും ജിന്നും ജയും അവർ കേക്ക് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ജയാണെങ്കിൽ വിഷ് ചെയ്യുന്നുണ്ട്, നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ ഒരുമിച്ച് ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ, എപ്പോഴും ഒരുമിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന്. ജിന്നാണെങ്കിൽ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരൊരു കേക്കൊക്കെ ഇങ്ങനെ വിഷൊക്കെ പറഞ്ഞിട്ട് ഊതുന്നുണ്ട്. അവരാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് കുറേ നേരം ആവുന്നവരെ അവരെല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡ്രിങ്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാനിനെ ഫാം റൂമിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്. വാനപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാം കിടന്ന് ഉറങ്ങാനായിട്ട് പറയുമ്പോൾ വാനാണെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിൻ്റെ മടിയിൽ കിടക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ജിന്നിനെയും ജയിനെയും കാണിക്കുകയാണെങ്കിൽ ജിന്നാണെങ്കിൽ റൂമിൻ്റെ പുറത്തുള്ള ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ വന്നിട്ട് അവിടെ ബീച്ചൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജയും വന്ന് നിൽക്കുന്നുണ്ട്. അല്ല എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു എന്ന് ജിന്ന് പറയുന്നുണ്ട്. ജയ അപ്പോൾ എന്നെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ പിന്നെ വേറെ പണിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജയ അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ നിൻ്റെ ടാർഗറ്റ് ഞാനല്ലേ, അപ്പോൾ പിന്നെ എന്നെക്കുറിച്ചല്ലാതെ നീ വേറെ ആരെക്കുറിച്ച് ചിന്തിക്കാനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ ഇതേ നിന്നെ ഞാൻ ഹേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, ഒരൊറ്റ അടി ഞാൻ വച്ചിരുന്നു പറയുന്നുണ്ട്. ജയ അപ്പോൾ ഞാൻ മുമ്പ് നിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരുന്നത് നിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പോൾ പക്ഷേ എനിക്ക് തന്നെ നല്ല ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ നീ ഡെയിലി ഈ ഒരു ഡയലോഗ് മാത്രമാണല്ലോ പറയുന്നത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജയ പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും വാക്കുണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞേനെ, പക്ഷേ ഇതിനേക്കാൾ വലിയ വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, സോ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം റൂമിലോട്ട് പോയിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ഇതേസമയം മായയാണെങ്കിൽ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാണ്. നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കപ്പിൾസാണ്, അവൻ മാത്രം ഒറ്റയ്ക്ക്, അതുകൊണ്ട് തന്നെ സിംഗിളായിട്ട് ജീവിക്കാൻ എനിക്ക് അയ്യെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു ടെലിഫോണിൻ്റെ വയറൊക്കെ എടുത്ത് കഴുത്തിൽ കൂടെ ചുറ്റുന്നുണ്ട്. ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൻ തന്നെ ഓ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ ജയാണ് ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നത്. അവൻ എന്നിട്ട് ജിനിനെയൊക്കെ പതുക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വാനാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പോയി കളിച്ചാലോ എന്ന് ചോദിച്ചു, നമുക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 5 പേരും പിന്നീട് ബീച്ചിലേക്ക് ചെന്നിരിക്കുമ്പോൾ വാനും പിന്നെ ഫാമും കൂടെ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആവുന്നു, അടുത്ത സൈഡിൽ ജിന്നും ചെയ്യുന്നു റൊമാൻറ്റിക് ആവുന്നു. ഇതിൻ്റെ നടുക്ക് കറക്റ്റ് മായി ഇരിക്കുന്നുണ്ട്. മായിയാണെങ്കിൽ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ സ്വയം ആലോചിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ റൊമാൻറ്റിക് ആവുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എവിടെ പോയാലും എന്നെയും കൂടെ കൊണ്ടുപോക്കുകയാണെ എന്നെ മറന്നു കളഞ്ഞേക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അവരെ പോയി നിന്നെ ഞങ്ങൾ മറക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ ഉണ്ടാവുന്നത്. ഈ ഒരു സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് മറക്കരുത്. എനിക്കിതൊരു ഫീൽ ഗുഡ് സീരീസ് ആയിട്ടാണ് തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. പിന്നെ എൻ്റെ എക്സാമൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്, എൻ്റെ ഫൈനൽ എക്സാം തുടങ്ങാനേ പോവാണ്. സോ ഇനിയിപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് ഞാൻ ചെയ്യുന്ന സീരീസിൻ്റെ എപ്പിസോഡ്സൊക്കെ എപ്പോഴും ഇട്ടൊന്നും വരത്തില്ല, അല്ലാണ്ട് ചെയ്ത് ചെയ്യുന്ന കുറച്ച് സീരീസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ടുതരുന്നത് വരെ ബൈ.